വിജയത്തിൻ്റെ ഇടയിലൊരു കല്ലുകടിയായിട്ട് ചിന്തിക്കരുത് കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഒരു രസഗുല്യായിട്ടുള്ള കല്ലുകടി വീഡിയോ ഞാൻ വരുന്നുണ്ട്. എനിക്കറിയാം നിങ്ങളതിൽ നിരാശരാണോ എന്നറിയില്ല. എന്താണെങ്കിലേ പറഞ്ഞു വരുന്നത് നമ്മുടെ സൂര്യകുമാർ യാദവിൻ്റെ കാര്യമാണ്. ക്യാപ്റ്റൻസി റെക്കോർഡ് എന്ന് പറഞ്ഞാൽ അൺബിലീവബിളാണ്. 52 കളിയിൽ 42 ജയമാണ്. പക്ഷേ ഈ ലോകകപ്പ് ചുളുവിലങ്ങ് ഒപ്പിച്ചു എന്നാണ് ഇപ്പോൾ ട്രോൾ മഴ പെയ്യുന്നത്. വലിയ പണിയൊന്നും എടുക്കാതെ ലോകകപ്പ് കിട്ടി പോലും സൂര്യകുമാർ യാദവിനെ. ക്യാപ്റ്റൻസി അല്ല വിമർശിക്കുന്നത്, ബാറ്റിംഗ് പെർഫോമൻസ് ആണേ. പുവർ പെർഫോമൻസ് അല്ലേ. ന്യൂസിലാൻഡ് പര്യടനത്തിൽ അതിശക്തമായ ഫോമിലേക്ക് എത്തി നമ്മൾ വിചാരിച്ചു. ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ USA-ക്കെതിരെ ഒരു മികച്ച ഇന്നിങ്സിലൂടെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ഇന്നിങ്സുകളിലൊന്നായിട്ട് പെർഫോം ചെയ്തപ്പോൾ നമ്മൾ വിചാരിച്ചു വാവ്, ഇനി ഈ ക്യാപ്റ്റൻ്റെ ഒരു തേരോട്ടമാണ് ഈ ലോകകപ്പിൽ കാണാൻ പോകുന്നത്. എന്നാൽ അതിനുശേഷം ഒന്നുമില്ല. ഞാൻ ഓരോ ഇന്നിങ്സ് ബൈ ഇന്നിങ്സ് വായിക്കാം, അപ്പം മനസ്സിലാവും. നമീബിയക്കെതിരെ 13 ബോളിൽ 12. അടുത്ത മത്സരം പാകിസ്ഥാനെതിരെ 29 ബോളിൽ 32. ഞാൻ 2 പ്രാവശ്യം വായിച്ചത് നിങ്ങൾക്ക് ആ സ്ട്രൈക്ക് റേറ്റ് ഒന്ന് ആഞ്ഞ് 18 നോർത്തരാം. അടുത്ത നെതർലാൻഡ്സിനെതിരെ 28 ബോളിൽ 34. എത്രേ 28 ബോളിൽ 34. പക്ഷേ ഈ കളികളൊക്കെ ഇന്ത്യ ജയിക്കുകയാണ് കേട്ടോ, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ, അതായത് ജയിപ്പിച്ചേ ഒക്കുള്ളൂ എന്ന് പറയുന്ന ഒരു അവസരം വരുമല്ലോ, ആ സമയത്ത് 22 ബോളിൽ 18. പിന്നെ അടുത്ത കളി സിംബാബ്വെക്കെതിരെ, അതാണ് USA കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ചെറുതായിട്ട് ഒരു പുള്ളിയുടെ ഒരു ഷോട്ടുകളൊക്കെ കണ്ടൊരു മാച്ച്, 13 ബോളിൽ 33 എടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും ഈ സൗത്ത് ആഫ്രിക്കയുടെ കാര്യം പറഞ്ഞ പോലെ വെസ്റ്റ് ഇൻഡീസിനെതിരെ നിർണായകമായ സമയമായിരുന്നു. കാരണം സൂര്യകുമാർ യാദവ് കളിക്കണം, സഞ്ജു സാംസനെ സപ്പോർട്ട് ചെയ്ത് കളിക്കും എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി ഔട്ടായി. 16 ബോളിൽ 18. പിന്നെ ഇംഗ്ലണ്ടിനെതിരെ നമ്മൾ അധികം പറയുന്നില്ല, അവസാന നിമിഷമാണ് വന്നത്, ഒരു 6 ഒക്കെ അടിച്ചു. 6 ബോളിൽ 11. പോരാ, എന്നാലും നമ്മളത് ആശ്വസിക്കുക. ഇന്നലെ ഗോൾഡൻ ടെക്ക്, അതും ഇഷാൻ കിഷനും സഞ്ജു സാംസണും ഒക്കെ ഔട്ടായി നിൽക്കുമ്പോൾ സൂര്യകുമാർ യാദവ് ഔട്ട്. അല്ലെങ്കിൽ 275 അടിച്ചാൽ കപ്പൊക്കെ കിട്ടി, കളിയെല്ലാം ജയിച്ചു. പക്ഷേ ക്യാപ്റ്റൻ്റെ പെർഫോമൻസ് എവിടെ? അതാണ് എല്ലാവരും ചോദിക്കുന്നതും എല്ലാവരും ട്രോളുന്നതും. ഇതാണ് ഞാൻ പറഞ്ഞത്, കല്ലുകടി ആവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ലായിരിക്കും, പക്ഷേ ഞാൻ പറയുക, സൂര്യകുമാർ യാദവിനെ നാളെ ചവിട്ടി പുറത്താക്കാനോ ക്യാപ്റ്റൻസി എടുത്തോ മാറ്റാനായിട്ടൊന്നും അല്ലാതെ പറയുന്നത് കേട്ടോ. നമ്മൾ ഈ പെർഫോമൻസ് അനലൈസ് ചെയ്യുമ്പോഴേ, ഇപ്പോൾ ഈ ലോകകപ്പിലെ പലർ ഒരു ചുളുവിൽ ലോക ചാമ്പ്യന്മാരായതാണ് അല്ലേ, അതിൽ ക്യാപ്റ്റനും പെടുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ അത്രയേ ഉള്ളൂ.